കേരളത്തിലെ വോട്ടർ പട്ടിക ക്രമക്കേടും ചർച്ചയാക്കാൻ കോൺഗ്രസ് നേതൃത്വം. തൃശൂരിലെ ബി.ജെ.പി. വിജയം ചോദ്യം ചെയ്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ നീക്കം. തൃശൂരിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തിയെന്നാണ് ആരോപണം. തൃശൂർ DCC അധ്യക്ഷനാണ് ആരോപണം ഉന്നയിച്ചത്. സുരേഷ് ഗോപി താമസിച്ച വീട്ടിൽ 11 വോട്ടുകൾ ചേർത്തുവെന്നും ഇപ്പോഴത്തെ പട്ടികയിൽ ഈ വീട്ടിൽ ആരുമില്ല എന്നുമാണ് ആരോപണം. ആലത്തൂർ മണ്ഡലത്തിലെ വോട്ടർമാർ കൂട്ടത്തോടെ തൃശൂരിലേക്ക് മാറ്റിയത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടില്ലെന്നും ജില്ലാ കോൺഗ്രസ് നേതൃത്വം ആരോപിക്കുന്നു. അതേസമയം കോൺഗ്രസിനെതിരെ ഇരട്ട വോട്ട് ആരോപണവുമായി LDF രംഗത്തെത്തി. ഇരിക്കൂർ MLA സജീവ് ജോസഫിന് ഇരട്ട വോട്ടുണ്ടെന്ന് തെളിവ് പുറത്തുവിട്ടാണ് ആരോപണം. ഉളിക്കൽ പഞ്ചായത്തിലെ വാർഡ് 18 ഒപ്പം വാർഡ് 14 എന്നിവിടങ്ങളിലാണ് MLAക്ക് വോട്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന് LDF നേതൃത്വം അറിയിച്ചു. ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും ഒരു വോട്ട് തള്ളാൻ അപേക്ഷ നൽകുമെന്നും UDFും വ്യക്തമാക്കി. ഞങ്ങൾ പറഞ്ഞ അല്ലെങ്കിൽ അന്ന് പരാതി കൊടുക്കാൻ അടിസ്ഥാനമായ കാര്യം പ്രൂവ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ തൃശ്ശൂർ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൻ്റെ പുറത്തു നിന്നുള്ള വോട്ടർമാരെ അവരെയാണ് അന്ന് ചേർത്തു എന്നുള്ളതൊരു വസ്തുതയാണ്. ഞങ്ങൾ അതുകൊണ്ടാണ് പരാതി കൊടുത്തത്. പക്ഷെ ബഹുമാന്യനായ ജില്ലാ കളക്ടർ അന്നെടുത്ത നിലപാട് എന്ന് പറയുന്നത് വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. അപ്പോൾ വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയ ക്രമക്കേട് ഒരു ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് എതിരും നീതിപൂർവകമായ ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ സാധ്യമല്ലാത്തൊരു സാഹചര്യമായിരിക്കണം. അതിനെ ആരംഭം കുറിച്ചത് ശ്രീ സുരേഷ് ഗോപി തന്നെയാണ് എന്നുള്ളത് ഏറെ നമ്മളെ ആശങ്കപ്പെടുത്തുകയാണ്. TG സജിത്ത് വാർത്തയുടെ വിശദാംശങ്ങളായി ചേരുന്നുണ്ട്. സജിത്ത്, രാഹുൽ ഗാന്ധി അവിടെ ദേശീയ തലത്തിൽ തുടങ്ങിവിട്ട ആരോപണമാണ്. ഇപ്പോൾ തൃശ്ശൂരിലും അത്തരത്തിൽ ക്രമക്കേട് നടന്നു എന്നുള്ളതാണല്ലോ കോൺഗ്രസിന്റെ ആരോപണം. എന്താണ് അതിലെ പ്രധാനപ്പെട്ട വിവരങ്ങൾ? എൽദോ, ഈ രാഹുൽ ഗാന്ധി തൊടുത്തുവിട്ട വോട്ടേഴ്സ് പട്ടികയുമായി ബന്ധപ്പെട്ട ആ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ആരോപണം കേരളത്തിലും കോൺഗ്രസ് ഏറ്റെടുക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഉന്നയിക്കാൻ കഴിയുന്നത് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ തവണ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ തന്നെയാണ് ഈ ആരോപണം ആദ്യം ഉന്നയിച്ചത്. ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധിയുടെ ആക്ഷേപം വന്നതിന് പിന്നാലെ സുനിൽകുമാറും അത് ഏറ്റെടുത്തു. ഇപ്പോൾ കോൺഗ്രസ് ജില്ലാ അടിസ്ഥാനത്തിൽ ഗുരുതരമായ ആരോപണം BJPക്കും സുരേഷ് ഗോപിക്കുമെതിരെ ഉന്നയിക്കുകയാണ്. ഇതിൽ ചില തെളിവുകളും അവിടുത്തെ ജില്ലാ കോൺഗ്രസ് നേതൃത്വം പുറത്തുവിടുന്നു. ഇതിൽ ഇവർ സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ആലത്തൂർ അടക്കമുള്ള സമീപ മണ്ഡലങ്ങളിൽ നിന്നും വ്യാപകമായി തൃശ്ശൂർ മണ്ഡലത്തിലേക്ക് വോട്ട് ചേർത്തു. കാരണം BJPയെ സംബന്ധിച്ച് അവരുടെ ടാർഗറ്റഡ് ഇടമായി തൃശ്ശൂരിനെയാണ് അവർ കണ്ടിരുന്നത്. അതുകൊണ്ട് ആലത്തൂർ വോട്ട് നഷ്ടപ്പെട്ടാലും തൃശ്ശൂർ വിജയിക്കണമെന്ന ലക്ഷ്യത്തോടെ ബോധപൂർവമായി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മാത്രം വോട്ടർ പട്ടികയിൽ പേര് ചേർത്തു. സാധാരണ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുമ്പോൾ നടത്തേണ്ട പരിശോധനകളൊന്നുമില്ലാതെ ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPക്ക് അനുകൂലമായി നിലപാടെടുത്തു എന്നതാണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണം. ഇതിന്റെ ഭാഗമായി അവർ പുറത്തുവിടുന്ന ചില തെളിവുകളുണ്ട്. ഉദാഹരണമായി സുരേഷ് ഗോപി താമസിച്ചിരുന്ന ആ ഫ്ളാറ്റിൽ 12 പേർക്ക് ഒരു അഡ്രസ്സിൽ 12 പേരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തി. സുരേഷ് ഗോപിയും അദ്ദേഹത്തിന്റെ കുടുംബം, അദ്ദേഹത്തിന്റെ അനിയനും ഭാര്യയും അടക്കമുള്ള കുടുംബങ്ങൾക്കെല്ലാം അവിടെ വോട്ടേഴ്സ് പട്ടികയിൽ പേര് ഉൾപ്പെടുത്താനുള്ള അനുമതി നൽകി. അതിനുശേഷം ഇപ്പോൾ ഈ അഡ്രസ്സിൽ സുരേഷ് ഗോപിയോ അവരുടെ കുടുംബാംഗങ്ങൾ ആരോ താമസിക്കുന്നില്ല, മറിച്ച് ഒരു മുംബൈ കമ്പനിക്കാണ് ഇപ്പോൾ ഈ കെട്ടിടം കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ വോട്ടേഴ്സ് പട്ടികയിൽ പേര് ചേർത്ത് ബോധപൂർവമായ ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറിയാണ് അവിടെ നടന്നിരിക്കുന്നത് എന്നതാണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണം. തൃശ്ശൂരിന് സമാനമായി ഈ വിഷയം കോൺഗ്രസ് സംസ്ഥാന അടിസ്ഥാനത്തിൽ വീണ്ടും ഉന്നയിക്കാനുള്ള നീക്കമാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതായത് കോൺഗ്രസിൻ്റെ ഈ നീക്കത്തിന് പിന്നിൽ ദേശീയ അടിസ്ഥാനത്തിൽ കോൺഗ്രസിൻ്റെ നീക്കം BJPക്കെതിരെയാണെങ്കിൽ സംസ്ഥാനത്തേക്ക് വരുമ്പോൾ അതിൽ CPMനെ കൂടി കോൺഗ്രസ് കക്ഷി ചേർക്കുന്നുണ്ട് എന്നതാണ് അതിൻ്റെ രാഷ്ട്രീയം. കാരണം തൃശ്ശൂരിനപ്പുറം വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും വോട്ടർ പട്ടികയിൽ ചില ക്രമക്കേടുകൾ നടക്കുന്നുണ്ട്. അതിന് പിന്നിൽ സംസ്ഥാനത്തെ സർക്കാരിനും CPMനും പിന്തുണയുള്ള ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് ചില ക്രമക്കേടുകൾ നടത്തുന്നു എന്നതാണ് കോൺഗ്രസ് നടത്താൻ പോകുന്ന ആരോപണം. അത് സംസ്ഥാന വ്യാപകമായി അവർ ഉന്നയിക്കുകയും ചെയ്യും. അതാണ് പ്രധാനപ്പെട്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ വരുന്നത് ഈ ഇരട്ട വോട്ട് ആരോപണം ഇരിക്കൂർ MLA സജീവ് ജോസഫിനെതിരെ, അതേക്കുറിച്ചും. യെസ് എൽദോ, ഇതിൽ കോൺഗ്രസിനുള്ള മറുപടി എന്നോണമാണ് ഇക്കാര്യത്തിൽ ഇപ്പോൾ CPM ചില രേഖകൾ പുറത്തുവിട്ടിരിക്കുന്നത്. 2 ഇടത്ത് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിൻ്റെ പേര് ഉൾപ്പെട്ടിരിക്കുന്നു വോട്ടർ പട്ടികയിൽ എന്നതാണ് ഇതിന് മറുപടി എന്നോണം CPM ഉന്നയിക്കുന്ന ആക്ഷേപം. അതായത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിരവധി ഇടങ്ങളിൽ ഇപ്പോൾ തന്നെ ക്രമക്കേട് നടന്നു എന്ന് കോൺഗ്രസ് ആരോപിക്കുമ്പോൾ അതിന് മറുപടി എന്നോണം കോൺഗ്രസിനുള്ള ഉത്തരമായി ഇക്കാര്യത്തിൽ CPM ഉയർത്തിക്കാട്ടുന്നത് ഇതാണ്. എന്തായാലും വോട്ടർ പട്ടിക ക്രമക്കേട് സംസ്ഥാനത്തെ പുതിയ രാഷ്ട്രീയ വിവാദമായി മാറുകയാണ്. കോൺഗ്രസ്
കോൺഗ്രസ് ഇക്കാര്യത്തിൽ തൃശ്ശൂരിനെ മുൻനിർത്തി സംസ്ഥാനത്ത് ഒരു വലിയ നീക്കം നടത്തുമ്പോൾ അതേസമയം കോൺഗ്രസ് നേതാക്കൾ കൂടി ഇത്തരം ഇരട്ട പട്ടികയിൽ ഭാഗമായിട്ടുണ്ട് എന്ന വാദം CPM ഉന്നയിക്കുന്നു. ഇതോടുകൂടി വിശ്വസനീയത ചോദ്യം ചെയ്യപ്പെടുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും തദ്ദേശ തെരഞ്ഞെടുപ്പ് നടത്തുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒപ്പം തന്നെ ഈ അസംബ്ലി അല്ലെങ്കിൽ ലോക്സഭാ ഇലക്ഷനൊക്കെ നടത്തുന്ന ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും വോട്ടർ പട്ടികയിലെ സുതാര്യത ഏറെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. സംസ്ഥാനത്ത് വരാനിരിക്കുന്ന ഒരു പുതിയ വിവാദമായി ഇത് മാറുകയും ചെയ്യുന്നു. അതാണ് പ്രധാനപ്പെട്ട കാര്യം. വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ ചർച്ചയാകും, കൂടുതൽ തലങ്ങളിലേക്ക് അത് മാറുകയും ചെയ്യും എന്നാണെങ്കിലും രാഹുൽ ഗാന്ധി നേരത്തെ BJPക്കും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമെതിരെ തൊടുത്ത ആരോപണം അത് കേരളത്തിലും ഉയരുകയാണ്. ആദ്യം കോൺഗ്രസ് ആണ് ഉന്നയിക്കുന്നത്. തൃശ്ശൂരിൽ ഇപ്പോൾ LDF കോൺഗ്രസിനെതിരെയും സമാനമായിട്ടുള്ളൊരു ആരോപണം ഉന്നയിക്കുന്ന സാഹചര്യം.